യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഗുരു ആവശ്യപ്പെടുന്ന ഏത് കാര്യവും ശിഷ്യൻ ചെയ്യാൻ കടപ്പെട്ടവനാണ്. ഒപ്പം തന്നെയും ശിഷ്യൻ ഗുരുവിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഗുരുവിൻ്റെ പാദങ്ങൾ കഴുകി ചുംബിക്കുന്നു, പാദപൂജ നടത്തുന്നു. ഗുരു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാറില്ല. എന്നാൽ ഒരിക്കൽ മാത്രം അത് സംഭവിച്ചു ലോകചരിത്രത്തിൽ. ഈശോ ഗുരുനാഥനുമായി അവിടുന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു. അതുമാത്രമല്ല, പിന്നീട് അവിടുന്ന് അവരുടെ അത്താഴമായി മാറി. അവിടുത്തെ ശരീരവും രക്തവും അവിടുന്ന് ഭക്ഷണപാനീയങ്ങളാക്കി മാറ്റിക്കൊണ്ട് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ദൈവം അത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്നു, കരുതുന്നു, ബഹുമാനിക്കുന്നു. അവിടുന്ന് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുവിൻ. ഗുരുവായ യേശുവിൻ്റെ പാദങ്ങൾ കഴുകാൻ നമുക്ക് ചിലപ്പോൾ താല്പര്യമുണ്ടായെന്ന് വരാം. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറയുകയുണ്ടായി, അന്ന് യേശുവിൻ്റെ കാലത്ത് ഞാൻ പാലസ്തീനയിൽ ജീവിച്ചിരുന്നെങ്കിൽ കണ്ണുനീര് കൊണ്ടല്ല, എൻ്റെ ഹൃദയരക്തം കൊണ്ട് ഞാൻ അവിടുത്തെ പാദങ്ങൾ കഴുകുമായിരുന്നു. ഈശോ ആവശ്യപ്പെടുന്നത് നമ്മൾ പരസ്പരം പാദങ്ങൾ കഴുകാനാണ്. എന്നെ വെറുക്കുന്ന, എന്നെ കുറ്റപ്പെടുത്തുന്ന, എന്നെ ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയുടെ പാദങ്ങൾ കഴുകാൻ ഞാൻ തയ്യാറായാൽ എൻ്റെ ജീവിതം പുണ്യമുള്ളതായി മാറുകയാണ്. സ്നേഹനാഥനായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ പാദങ്ങൾ കഴുകിയും ഞങ്ങൾക്ക് അത്താഴമായി മാറിയുമാണല്ലോ ഞങ്ങളെ സ്നേഹിച്ചത്. എന്നിട്ട് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകി സ്നേഹിക്കണമെന്ന്. കർത്താവേ, പരസ്പരം പാദങ്ങൾ കഴുകാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവരുടെ വസ്ത്രങ്ങളും പാത്രങ്ങളും ഒക്കെ കഴുകിയെങ്കിലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.